പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പെറ്റ് സൂ ആരംഭിക്കുന്നതിന്റെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടികൾക്ക് അരുമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും 4 തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത്. അവർക്ക് യാത്ര ചെയ്യാനും അതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വല്ലാത്തൊരു അനുഭവം സാധാരണ നിലയിൽ ഉണ്ടാക്കാവുന്ന അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഞാനും സ്പെഷ്യൽ ഓഫീസറും ഉള്ളപ്പോൾ പറഞ്ഞത് 45 മിനിറ്റോളം അതിനകത്ത് യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതും ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി അതിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ഒപ്പമാണ് ഇവിടെ ഒരു സഫാരി പാർക്ക് എന്ന് പറയുന്ന സൂ സഫാരി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്. നേരത്തെ നെയ്യാറിൽ ലയൺ സഫാരി ഉണ്ടായിരുന്നു. അതിപ്പോൾ ആ വിധത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ സഫാരിയുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ വരും എന്നുള്ളത് കൊണ്ട് ആളുകളെ കുറെ കൂടി കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല, അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും 45 മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ഓഗസ്റ്റ് 15-ന് നേരിട്ട് പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയിൽ നിന്നും 246 തരം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുന്നതിന് നടപടികൾ അവസാന ഘട്ടത്തിലാണ്. വിദേശത്ത് നിന്ന് 5 തരത്തിലുള്ള പക്ഷികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. TCV ന്യൂസ്, തൃശൂർ.